അല്ല, അവർ 8 കോടിയായിരുന്നു MOU അനുസരിച്ചിട്ടുള്ള ഞങ്ങൾ എഗ്രി ചെയ്തത്. പക്ഷേ അത് 7.04 ആണ് അവരുടെ ഫൈനൽ ബില്ല്. അത് കൂടുതലാണെന്ന് പറഞ്ഞുകൂടാ. അല്ല, പെരുപ്പിച്ച കണക്കെന്ന് നമുക്ക് പറയാൻ അതിന് അടിസ്ഥാനമൊന്നുമില്ല. ഇപ്പൊ പറയാൻ ഓഡിറ്റ് അടിസ്ഥാനത്തിലല്ല, അവരുടെ ബില്ലനുസരിച്ച്. അത് കൊടുത്തതെല്ലാം തിരിച്ചു കിട്ടിയല്ലോ. 3 കോടി കൊടുത്തു, തിരിച്ച് നമ്മൾ റിക്കൂപ്പ് ചെയ്തല്ലോ. കൊടുത്തതാണ് തിരിച്ചു കിട്ടിയത്. നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് എടുത്തത് ആണ്. അത് കൊടുത്തില്ല, 3 കൊടുത്തുള്ളൂ. അതൊക്കെ ഇനി അതിന് ഓഡിറ്റിന് വിധേയമാവേണ്ട കാര്യങ്ങളാണെന്ന് ഇപ്പൊ പരാമർശിക്കേണ്ട കാര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞ റെക്ടിഫിക്കേഷൻ, വെരിഫിക്കേഷൻ എന്നൊക്കെ വാക്കുകൾ ഉപയോഗിച്ചില്ലേ. അതൊക്കെ ഓഡിറ്റർക്ക് വേണ്ടത്ര കൊടുത്തില്ല. അത് പിന്നെ പരിശോധിക്കാം. ആദ്യം നമുക്ക് റെക്ടിഫൈ ചെയ്യട്ടെ. കാരണം അവരുമായിട്ടാണല്ലോ ഞങ്ങളുടെ MOU. അതെ, അത് ഞാനിപ്പോൾ അതൊന്നിപ്പോൾ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഇവരോട് IIIC ടെൻഡർ വിളിച്ചിട്ടില്ല. അവർ ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക്, കേസിന്റെ കീഴിലൊരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അവരെ വിളിച്ചേൽപ്പിച്ചു. അത് ടെൻഡർ ഇല്ല. പക്ഷേ അവർ കൊടുത്തിരിക്കുന്ന മറ്റ് കരാറുകളോ സപ്ലയേഴ്സൊക്കെ തന്നെ അവർ ടെൻഡർ വിളിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെയാണ് ഞാൻ വെരിഫൈ ചെയ്യുമെന്ന് പറഞ്ഞത്. ടെൻഡർ വിളിച്ചിട്ട് ലോവസ്റ്റിനാണോ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി ഓഡിറ്റിന് വിധേയമാവണം. അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇത് കണ്ടമാനം കൊടുത്തു എന്നൊക്കെ പറയുന്നത്. ശരിയല്ല. അത് ഓരോ രേഖയും വെച്ചിട്ട് ഓഡിറ്റ് വീണ്ടും പരിശോധിക്കണം. 4.99. ഇത് കഴിഞ്ഞ ബോർഡാണ് ഇത് ഈ 4.99 നിർത്തണം എന്ന് തീരുമാനിച്ചത്. ഞങ്ങളത് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ആദ്യത്തെ MOU. അതിനു മുമ്പാണ് MOU. അതിനുശേഷം 4.99 എന്നൊരു തീരുമാനത്തിൽ അന്നത്തെ ബോർഡ് എത്തി. ഞങ്ങൾ ചെലവായിട്ടില്ല. കഴിഞ്ഞ ബോർഡ് തന്നെ കൂടി തീരുമാനിച്ചു. അവർ തന്ന ബില്ല് 7 അല്ലേ? നമ്മൾ കൊടുക്കുന്നില്ല. അതെല്ലാം വെരിഫൈ ചെയ്യട്ടെ. 8 കോടി 22 ലക്ഷം. ആ 8.22 അവരുടെ ബില്ല് 7 കോടി. അതിനു മുമ്പ് തന്നെ നമ്മളിവിടെ 4.99 തരുവുള്ളൂ എന്ന് നേരത്തെ തീരുമാനിച്ചു. കഴിഞ്ഞ ബോർഡാണ് തീരുമാനിച്ചത്. അഡീഷണൽ ആയി കൂടി നൽകാമെന്ന് പറയുന്ന MOU ഉള്ളപ്പോൾ നമ്മൾ ഈ 4.99 തരുവുള്ളൂ. വാക്കാലായിരിക്കും സാർ പറഞ്ഞ ഈ 4.99 പറയുന്നത്. ഞങ്ങൾ പറഞ്ഞ വാക്കല്ല, അന്നത്തെ ബോർഡ് അവരോട് പറഞ്ഞതാണ്. അത് റിട്ടേൺ ആയിട്ടുണ്ടോ? അതെനിക്കറിഞ്ഞൂടാ. കമ്മ്യൂണിക്കേറ്റ് സ്പെഷ്യൽ കമ്മീഷണർക്ക് കോടതിയിലും പറഞ്ഞു. അപ്പൊ അവർക്ക് 4.75 കിട്ടുള്ളൂ. 4.75 അവർക്ക് കിട്ടുള്ളൂ. അവർ സമ്മതിച്ചു എന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കൊടുക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. അവർക്ക് ഈ പറയുന്നത് ചെലവായതാണെങ്കിൽ അവർ സ്വാഭാവികമായി സമ്മതിക്കാൻ ഒരു സാധ്യതയില്ലല്ലോ. നമ്മൾ ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എന്റർടൈൻ ചെയ്യേണ്ട ഒരു സമയമല്ല. അങ്ങനെ ഞാൻ പറയുന്നില്ല. അങ്ങനെ സൂചനയുമില്ല. അങ്ങനെ ഞാൻ അങ്ങനെ ഒരു ദുസൂചനയും ഇല്ല അതിനകത്ത്. 8 കോടി MOU അനുസരിച്ച് 8 കോടി ചെലവഴിക്കാമായിരുന്നത് അവരുടെ ബില്ല് 7 കോടിയേ ഉള്ളൂ. അവർ റീസണബിൾ ആയിട്ടുള്ള നെഗോസിയേഷൻസ് നടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഇനി അതെല്ലാം ഫൈനലായിട്ട് ഓഡിറ്റ് ചെയ്യട്ടെ. അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആ തീരുമാനം. ഇത് ഞങ്ങൾ രണ്ടുപേരും ചെയ്തൊരു കാര്യമല്ല ഇത്. അതിനപ്പുറത്തേക്ക് പോകാനും വയ്യ.
അല്ല, അപ്പുറത്തേക്ക് പോകാനും വയ്യ, കോടതിയിൽ നമ്മളത് സബ്മിറ്റ് ചെയ്ത് പോയി. ഊരാളുകളാണ് അപ്പുറത്ത്. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ബോർഡ് എടുത്ത ഒരു തീരുമാനം, ആ തീരുമാനം മാറ്റി മറ്റെന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, അങ്ങനെ ഒരു സൂചനയില്ല. അല്ല, അതെന്തായാലും ഓഡിറ്റ് ചെയ്യും. ഒരു കമ്മിറ്റി ഞങ്ങളിപ്പോ ഓഡിറ്റ് ചെയ്യട്ടെ, ഇങ്ങനെയുള്ളതെല്ലാം ഓഡിറ്റ് ചെയ്യും. പക്ഷേ എന്തെല്ലാം ഓഡിറ്റ് ചെയ്താലും ഞങ്ങളുടെ ലയബിലിറ്റി വിൽ ബി ലിമിറ്റഡ് ടു 4.99 crores. അവിടെയാണ് പ്രശ്നം സാറേ. അതായത് ഓഡിറ്റ് ചെയ്തിട്ട് ആക്ച്വൽ എമൗണ്ട് നമ്മൾ കൊടുക്കാമെന്നല്ല സാർ പറയുന്നത്. ഇത് ഓഡിറ്റ് ചെയ്തിട്ട് 4.99 CR കൊടുക്കത്തുള്ളൂ. അത് ഞാൻ മുകളിലായാലും അത് കൊടുക്കും, താഴെയാണെങ്കിലും അത് കൊടുക്കും എന്നാണ് സാർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കമ്മിറ്റി വെച്ചതിൽ തന്നെ എന്ത് കാര്യം എന്നുള്ളത് അല്ല, കാരണം അത് ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ചില പരാമർശങ്ങൾ അത് മാറണ്ടേ. കമ്മിറ്റി വെച്ചത് അതിനാണ് പ്രധാനമായിട്ട്. ഓഡിറ്റ് റിപ്പോർട്ടിനകത്തുള്ള ചില നെഗറ്റീവ് പരാമർശങ്ങളുണ്ട്. അത് ഞങ്ങൾ അർഹിക്കുന്നില്ല, കാരണം അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ലേബർ ഡിപ്പാർട്ട്മെന്റ് കേസിന്റെ കീഴിൽ അഫിലിയേറ്റ് ചെയ്തൊരു സ്ഥാപനമാണ്. ഊരാളുങ്കലുമായിട്ട് അവർക്ക് MOU മാത്രമേ ഉള്ളൂ. ഈ ബോർഡല്ല ഉത്തരം പറയേണ്ടതെങ്കിലും ഞാൻ പറയുന്നത്, ഞങ്ങളിത് ചോദ്യം ചോദിച്ചുകൊണ്ട് പറയുകയാണ്. അവർ ഒരുപാട് ഇവന്റ് മാനേജ്മെന്റ് ഗവൺമെന്റിന് വേണ്ടി, ഗവൺമെന്റിന്റെ ആനിവേഴ്സറിക്കും കിഫ്ബിയുടെ പല പരിപാടികൾക്കും വളരെ നന്നായി ഇവന്റ് മാനേജ്മെന്റ് നടത്തിയ ഒരു പരിചയമുള്ളതുകൊണ്ടും അങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടുമാണ് അന്നത്തെ ബോർഡ് ഇവർക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചത്. IIC കൊടുക്കാൻ തീരുമാനിച്ചത് ആ ഒരു പശ്ചാത്തലത്തിലാണ്. അല്ല, അവർക്ക് കിഫ്ബിയുടെ പല പരിപാടികളും കേരള ഗവൺമെന്റിന്റെ വാർഷികങ്ങളും അല്ല, ഏതായാലും കഴിഞ്ഞ ബോർഡിന്റെ ഒരു തീരുമാനമാണ്. ആ തീരുമാനത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. അവരെ ഏൽപ്പിച്ച ജോലിയൊക്കെ അവർ ചെയ്തു. ഉപകരാറുകൾ കൊടുക്കാൻ പാടില്ലെന്ന് അതിനകത്ത് പറയുന്നില്ലല്ലോ MOUല്. അതിനെന്താ കുഴപ്പം? നമ്മൾ ഇതിനകത്ത് ആ ബില്ലുകളൊന്നും റീസണബിൾ അല്ലാതെ, അതായത് നമുക്ക് ഏറ്റവും നല്ല റേറ്റ് അല്ല കിട്ടിയിരിക്കുന്നതെന്ന് ബോധ്യപ്പെടാത്തിടത്തോളം കാലം അതൊന്നും തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. റീസണബിലിറ്റി അതാണ്. അതൊക്കെയാണ് വെരിഫിക്കേഷന്റെ പ്രശ്നങ്ങൾ നടത്തും. അതൊക്കെയാണ് വെരിഫിക്കേഷൻ നടത്തേണ്ടത്. അതിനെപ്പറ്റിയൊന്നും എനിക്കിപ്പോൾ ഒന്നും അഭിപ്രായം പറഞ്ഞുകൂടാ. ഓക്കെ, വെരിഫിക്കേഷനൊക്കെ കഴിയട്ടെ. 4 തൊട്ട് 99 ചിലവാകാൻ പോകുന്നു. അവരുടെ ബില്ല് 7 കോടിയാണെന്നുള്ളത് പബ്ലിക് ഡോക്യുമെന്റ് ആണല്ലോ. അത് ഞങ്ങൾ കൊടുക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അതൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റത്തില്ല. ഉണ്ടായി. പരിശോധിക്കേണ്ട വിഷയമാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രയോറിറ്റി അതല്ല. ഇപ്പോഴത്തെ ഈ സമയപരിധിക്കുള്ളിൽ ഈ ഓഡിറ്റ് റെക്ടിഫൈ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി. അതിനുശേഷം പരിശോധിക്കുക. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഓഡിറ്റർ കൊണ്ടുവന്നു, ഇവിടെ തന്നു, അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ സൈൻ മാത്രം ഇട്ടു, സ്പെഷ്യൽ കമ്മീഷണറുടെ കൈമാറി, സ്പെഷ്യൽ കമ്മീഷണർ അതുകൊണ്ടാണ് ഭജന, ഇപ്പം വിവാദമായ 8 ലക്ഷത്തിന്റെ ഭജനയ്ക്ക് പോലും ഈ പരിപാടി നടന്നിട്ടുണ്ടോ എന്ന ചോദ്യം ഓഡിറ്റർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു ജാഗ്രത കുറവ് സംഭവിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഇത്രയും ഒക്കെ വിവാദമായത്. പലതും സാർ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടുത്തെ ആഹാരം വെച്ചിരുന്നത് പോലും സാറിന് അറിയാം. അപ്പൊ സാറിന് നേരത്തെ പോകുന്നു. ഞാൻ പക്ഷേ കഴിച്ചില്ല, ഞാൻ ഇങ്ങനെ പോകുന്നു. ഞാൻ എന്റെ പ്രസംഗം കഴിഞ്ഞു പോകും. അതൊക്കെയാണ് വിലയിരുത്താനാണ് ഇപ്പൊ കമ്മിറ്റി. അത് കഴിഞ്ഞിട്ട് നല്ല കട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ എടുത്തിടും. നല്ലതല്ലേ? അവിടെ ഭാവിയിൽ എത്ര പേര് ഉപയോഗിക്കേണ്ടതാണത്. പല ടൂ മെനി എന്താണ് കുക്ക് സ്പോയിൽ ദ ബ്രോത്ത് എന്ന് പറയാറില്ലേ? ഒരാളെ ഏൽപ്പിച്ച് അവരങ്ങ് ചെയ്യട്ടെ. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അവിടെ ദേഹണ്ണം നടത്തണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. മാത്രമല്ല ഇതെല്ലാം സമയബന്ധിതമായിരുന്നു ആലോചിച്ചോണം. അതൊക്കെ സെപ്റ്റംബർ 20 ചെയ്യണം. അത് ഓഗസ്റ്റ് 20 എഗ്രിമെന്റ് ഒക്കെ ഒപ്പിടുന്നത്. അതിൻ്റെയൊക്കെ നമുക്ക് പിന്നോക്കം നോക്കുമ്പോൾ പലതും പറയാം. പക്ഷെ ആ സമയത്ത് ഇതൊക്കെ അങ്ങ് ചെയ്തു. ഉണ്ടാവും, ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉണ്ടാവും.
സാർ ഈ 4.99 ഇവരുടെ റെസ്പോൺസ് എന്താണ്? ഈ ട്രിപ്പിൾ ഐസിയുടെ റെസ്പോൺസ് എന്താണ്? പ്രാഥമിക ചർച്ച അവസാനിക്കുന്നു. ഒരു രാവിലെ ചർച്ച എങ്ങനെയാണ് നമ്മുടെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ പ്രാഥമികമായി? അതെ, അവരൊരു വേറെ വീണ്ടും അതൊന്നില്ലേ ആദ്യം ചോദിച്ചവൻ പറഞ്ഞു. നിങ്ങൾ അവരോട് തന്നെ ചോദിക്കണം. പക്ഷേ അത് സ്വീകരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സ്വീകരിക്കുകയാണ് അവർ. ബോർഡിന് അങ്ങനെ റെസ്പോൺസ് കിട്ടി സാർ? അവർ കൈയടിച്ച് പാസ്സാക്കിയില്ല. നേരത്തെ അത് കുറച്ച് ഈ MOU ബോർഡ് ഏത് ബോർഡാണെങ്കിലും ബോർഡ് MOU ഒപ്പിടുക, അതിൽ ബോർഡ് ഏകപക്ഷീയമായി പിന്മാറുക, അതൊരു ക്രെഡിബിലിറ്റി പ്രശ്നമില്ലേ? ഉണ്ട്. അത് ഞങ്ങൾ രണ്ടുപേരും അതിനകത്ത് ഞങ്ങൾ പ്രതികളല്ല അതിനകത്ത്. പക്ഷെ അത് മാറാൻ ഞങ്ങൾക്ക് വയ്യ. കഴിഞ്ഞ ബോർഡാണ് MOU ഒപ്പിടുന്നത്, കഴിഞ്ഞ ബോർഡാണ് ഈ 4.99 കൊടുത്താൽ മതി എന്ന് തീരുമാനിക്കുന്നത്. അതെങ്ങനെ ഒരേ ബോർഡ് തന്നെ രണ്ട് തീരുമാനം? നമ്മൾ എന്ത് പറയാനാണ് സുഹൃത്ത് അതിനെപ്പറ്റി? ഓരോ ഹെഡിലും ആ എമൗണ്ടുകൾ നിശ്ചയിച്ചത് എങ്ങനെയാണെന്നുള്ള അതിന്റെ ക്രൈറ്റീരിയ എന്താണ്? ഇത് കുറയ്ക്കാനുള്ള ഒരു കാരണം അല്ല, ചെലവ് ചുരുക്കുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന അന്നത്തെ ബോർഡിന് തന്നെ ഇതിന്റെ ചെലവ് ചുരുക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ബോധ്യപ്പെട്ടപ്പോൾ ആ എസ്റ്റിമേറ്റിൽ അവർക്ക് റീസണബിൾ എന്ന് തോന്നിയ ചില കട്ട് വരുത്തി. അത് ഒരാളെങ്കിലും ക്യാരി ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത്. 8.22 crores ആദ്യത്തെ. അങ്ങനെ ഒരു MOU നിൽക്കുകയും ബോർഡ് തീരുമാനിക്കുന്നു 4.something ആണ്. എന്തൊരു അന്തരം സാറേ, എന്ത് ലോജിക്കാണ്? ചെയ്ത പണിക്ക് കൂലിയില്ല എന്ന് പറയുന്നതാണ്. 4.1 കോടി നിർത്താൻ പറ്റുമെന്ന് തീരുമാനിക്കുന്ന ബോർഡ് തന്നെ എങ്ങനെ 8.22 കോടിക്കുള്ള MOU സൈൻ ചെയ്യും സാർ? അത് ഡബിളാണ്, ഇരട്ടിക്കാണ്. 4-8 അന്ന് 8.22 വളരെ റീസണബിൾ ആയിട്ട് ബോർഡിന് തോന്നി. പുനർവിചിന്തനത്തിൽ 4.99 റീസണബിൾ ആണെന്ന് ബോർഡിന് പിന്നെ ബോധ്യപ്പെട്ടു. പക്ഷെ അത് റെക്കോർഡൊക്കെ ഉണ്ട്. റെക്കോർഡുണ്ട്. ആ 4.99 ആക്കുന്ന തീരുമാനത്തിൽ അതിനൊരു റീസൺ കൂടി അതിൽ എഴുതിയിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ കുറക്കാൻ? എന്ത് ചെലവ് ചുരുക്കണമെന്നൊരു ഒരു ബോധ്യം വന്നതുകൊണ്ടാണ്. ആദ്യം MOU ഒപ്പിടുമ്പോൾ ചെലവ് കൂട്ടണമെന്ന് ബോർഡിനുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ആദ്യം അങ്ങനെ തോന്നി, പിന്നീട് അത് കുറയ്ക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. എന്ത് അന്വേഷിക്കുമ്പോൾ എന്താ ഉള്ള ഇവിടെ? ഞാൻ വളരെ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞല്ലോ. 8.22 MOU, 7.04 ബില്ല്, ഞങ്ങൾ എഗ്രി ചെയ്തിരിക്കുന്ന ബില്ല്, ഞങ്ങൾ എഗ്രി ചെയ്തിരിക്കുക, അവർ എഗ്രി ചെയ്താൽ 4.95 crores. അതിനകത്ത് ഇപ്പോൾ 99 crores. അതിനകത്ത് ഇപ്പോൾ ഇനിയിപ്പോൾ അന്വേഷണത്തിൻ്റെ കാര്യം എന്താണ്? എല്ലാം വ്യക്തമല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.